നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനം അതിന്റെ മധ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഏറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, സുപ്രധാന കോടതി വിധി പ്രസ്താവനകൾ, ഒപ്പം തന്നെ വിവിധ പ്രഖ്യാപനങ്ങൾ ഒക്കെ നിറഞ്ഞതാണ് ഈ ദിവസം. ആ വാർത്തകളിലേക്കൊക്കെ നമുക്കെത്താം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലീഗിനെ NDAയിലേക്ക് സ്വാഗതം ചെയ്ത് BJP. ലീഗ് NDAയിലേക്ക് വരുന്നത് മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യുമെന്ന് ശോഭാ സുരേന്ദ്രൻ. ശോഭയുടെ പ്രസ്താവന BJP അല്ല CPIM ആണ് ശത്രുവെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പുറത്താവുന്നത് ലീഗ് BJP രഹസ്യ അജണ്ട. ശോഭയുടെ പ്രസ്താവന അറിയില്ലെന്ന് കെ സുരേന്ദ്രൻ. ഇടുക്കിക്ക് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. സുഗന്ധവ്യഞ്ജനങ്ങൾ അന്തർദേശീയ തലത്തിൽ വിറ്റഴിക്കാൻ പദ്ധതി. 500 കോടിയുടെ മെഗാ ഫുഡ് പാർക്ക്. പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിനും മുൻഗണനയെന്ന് മുഖ്യമന്ത്രി. സ്വാശ്രയ മെഡിക്കൽ ഫീസ് പുനർനിർണയിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. ഫീസ് നിർണയ സമിതിക്ക് നിർദ്ദേശം. സമിതിയുമായി സഹകരിക്കണമെന്നും മാനേജ്മെന്റുകളോട് സുപ്രീം കോടതി. വടക്കേ ഇന്ത്യക്കാർക്കെതിരായ പരാമർശത്തിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി കപിൽ സിബലും ആനന്ദ് ശർമ്മയും. രാഹുൽ സമ്മതിദായകരുടെ വിവേകത്തെ മാനിക്കണമെന്ന് നേതാക്കൾ. ചേർത്തലയിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ 8 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. RSS SDPI സംഘർഷം വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് പോലീസ്. സംസ്ഥാനത്ത് പുതിയ സിനിമകളുടെ തിയേറ്റർ റിലീസ് മാറ്റി. കളക്ഷനിൽ വൻ ഇടിവെന്ന് നിർമ്മാതാക്കളും ഫിലിം ചേംബറും. സിനിമാ മേഖല ആശങ്കയിലെന്നും സംഘടനകൾ. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടറിന് കൂട്ടിയത് 25 രൂപ. സിലിണ്ടർ വില 801 രൂപയായി. ഏതായാലും ഇടുക്കിക്കാർക്ക് ഇന്ന് വളരെയധികം സന്തോഷത്തിന്റെ ദിനമാണ്. കാരണം 12,000 കോടി രൂപയുടെ പാക്കേജാണ് ഇടുക്കി ജനതയ്ക്ക് മുമ്പിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പുതിയ ഇടുക്കിയെ സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇടുക്കിക്കായി 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സുഗന്ധവ്യഞ്ജനങ്ങൾ അന്തർദേശീയ തലത്തിൽ വിറ്റഴിക്കാൻ സർക്കാർ പദ്ധതി ആരംഭിക്കും. പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിനും മുൻഗണനയെന്ന് മുഖ്യമന്ത്രി. ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. അങ്ങനെ 5 വർഷം കൊണ്ട് ഇടുക്കി ജില്ലയിൽ 12,000 കോടി രൂപയാണ് ചെലവഴിക്കുക. ഇതിൽ കാണേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടങ്കൽ ഇതിന് പുറമേയുള്ളതാണ്. ഇത്രയും വലിയ തുക ഏകോപിതമായും കാര്യക്ഷമമായും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറും. ഈ പാക്കേജിന്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മാസം തോറും ആ പ്രവർത്തനം അവലോകനം ചെയ്യുകയും ചെയ്യും. ഇടുക്കി ജില്ല ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പര്യാപ്തമാണ് ഈ പാക്കേജ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകും. ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു മാറ്റണം. അതിവിടെ മാത്രമല്ല, എല്ലായിടവും ആ തരത്തിലാണ് പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. തൊഴിലില്ലായ്മ കുറക്കണം. പരിസ്ഥിതി സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. ഈ ലക്ഷ്യങ്ങളാണ് പാക്കേജിന്റെ ഭാഗമായി നമുക്കിവിടെ നേടിയെടുക്കാനുള്ളത്. ഇടുക്കി പാക്കേജ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതല്ല, നടപ്പാക്കാനുള്ളതാണ്. അത് വിജയകരമായി നടപ്പിലാക്കുന്നതിന് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളാകെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്കൊരു പുതിയ ഇടുക്കി സൃഷ്ടിച്ചെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ
ഈ പാക്കേജ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദം. ഇപ്പോൾ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സമീർ ചേരുകയാണ്. സമീർ, ഇടുക്കിയുടെ മുഖച്ഛായ ആകെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു പാക്കേജാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃഷിയിലും മൃഗപരിപാലനത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഒക്കെ അങ്ങനെ ഇടുക്കിയുടെ 6 കോണുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, എന്നാൽ ഇടുക്കിയുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു പാക്കേജ് മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇടുക്കി ജനത ഇതിനെ സ്വീകരിച്ചത്? സമീർ. വിഷ്ണു, ഇടുക്കിയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു ദിനം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 12,000 കോടി രൂപയുടെ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ജില്ലക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സർവതല സ്പർശിയായിട്ടുള്ള ഒരു വികസനം സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കൃഷി, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ടുള്ള 6 മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന പാക്കേജ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പ്രധാനമായും കാർഷിക തോട്ടം മേഖലയും ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഊന്നൽ നൽകുന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പാക്കേജ്. ഇതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, പാർപ്പിടം തുടങ്ങിയിട്ടുള്ള മേഖലകൾ കൂടി സ്പർശിക്കുന്ന ഒരു പാക്കേജാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സുഗന്ധവ്യഞ്ജനങ്ങൾ അന്തർദേശീയ തലത്തിലുള്ള മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഏലം, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയിട്ടുള്ള ഹൈറേഞ്ചിന്റെ ഏറെ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ജീവിത മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ അന്തർദേശീയ തലത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുന്നു. അത് വലിയ ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളനിലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറയൂർ, വട്ടവട, താന്തലൂർ മേഖലകളിൽ അവിടെ കൃഷി സംരക്ഷിക്കുന്നതിന്, പച്ചക്കറികൾ സംരക്ഷിക്കുന്നതിന് വലിയ രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാവാതെ പോകുന്നു എന്നുള്ള വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ആ ഒരു ആക്ഷേപത്തിന് വലിയ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിക്കൊണ്ടാണ് സർക്കാരിന്റെ ഒരു സ്ഥിരം സംവിധാനം, അവിടെ പച്ചക്കറികൾ സംഭരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥിരം സംവിധാനം അവിടെ ഏർപ്പെടുത്തും എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ഉറപ്പും ലഭ്യമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മണ്ണ്, ജല സംരക്ഷണത്തിനായുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ 2ാം നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2ാം നിലയം കൂടി വരുന്നതോടെ ഒരു വിധത്തിലും സർക്കാരിന്, കേരളത്തിന് മറ്റൊരു സംസ്ഥാനത്തെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. അത്തരത്തിലുള്ള 2ാം വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിന് 3000 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. 2 വർഷത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടി മുഖ്യമന്ത്രി പങ്കുവച്ചു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുണ്ടാകുന്ന പലപ്പോഴും വലിയ രീതിയിലുണ്ടാകുന്ന ഭൂപ്രശ്നങ്ങളാണ്, പട്ടയ പ്രശ്നങ്ങളാണ്. അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു. ഇതോടൊപ്പം തന്നെ ഇതിനോടകം 37,715 കുടുംബങ്ങൾക്ക് ഇതിനോടകം തന്നെ പട്ടയം നൽകി കഴിഞ്ഞു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം കൂടി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇടുക്കി മെഡിക്കൽ കോളേജിനെ ബോർഡ് മാറ്റിവെച്ച് കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോവുകയും വലിയ രീതിയിൽ അതിനെ സർക്കാരിന്റെ ഒരു നേട്ടമാക്കി അതവർ ചിത്രീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള അതിന്റെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിനാണ് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത്. അടുത്ത 5 വർഷത്തിനകം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് അതിന്റെ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നു. ഇപ്പോൾ അതിന്റെ 3 ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഏതായാലും 12,000 കോടി രൂപയുടെ വലിയ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇടുക്കി ജില്ല. സർവതല സ്പർശിയായിട്ടുള്ള വികസനം സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയെയും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പാക്കേജ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോട്ടം മേഖല, തോട്ടം തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ഒരു ജില്ലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള പ്രളയങ്ങൾ, പിന്നീട് 2020-ൽ പെട്ടിമുടിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ ഉരുൾപൊട്ടലും ഉൾപ്പെടെ ഉണ്ടായ സംഭവങ്ങൾ, അതിന്റെ ഇരകളാക്കപ്പെട്ടവർ, അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചു നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു പോവുകയല്ല, അത് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത മുഖ്യമന്ത്രി ഉയർത്തി പറഞ്ഞു. ഒപ്പം തന്നെ അത് നടപ്പിലാക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസറെ നിയമിക്കും. വ്യക്തമാണ് സമീർ. ഇടുക്കിയുടെ സമ്പൽ സമൃദ്ധിയും സമഗ്ര വികസനവും ലക്ഷ്യമിട്ട്
12,000 കോടി രൂപയുടെ പാക്കേജാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ മേഖലകൾ, ഏതാണ്ട് 6 കോണുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൃഷി, മൃഗപരിപാലനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ പരിഹരിക്കൽ, അങ്ങനെ ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും സർവ്വതല സ്പർശിയായ ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പാക്കേജ്. ഏതായാലും ഒരു പുതിയ ഇടുക്കിയിലേക്ക് കേരളം ഇനി കൺ തുറക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും സമീർ പങ്കുവച്ചത്. ചേർത്തല വയലാറിൽ RSS SDPI സംഘർഷത്തിൽ 8 പേർ കസ്റ്റഡിയിലായി. സംഘർഷത്തിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. 3 SDPI പ്രവർത്തകർക്കും 3 RSS പ്രവർത്തകർക്കും വെട്ടേറ്റു. വയലാർ നാഗംകുളങ്ങര കവലയിൽ RSS SDPI പ്രവർത്തകർ ഏറ്റുമുട്ടുകയായിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മനീഷ് ചേരുന്നുണ്ട്. മനീഷ്, ഈ സംഘർഷത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിശദാംശങ്ങൾ മനീഷ്. വിഷ്ണു, ഞാൻ ചേരുന്നത് ഇപ്പോൾ ചേർത്തലയിൽ നിന്നാണ്. ചേർത്തലയിൽ ഇപ്പോൾ അല്പനിമിഷം വരെ തന്നെ ചേർത്തലയിൽ വലിയ സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇന്ന് RSS ജില്ലയിലെമ്പാടും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കടകൾ അടപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് അല്പസമയം മുമ്പാണ് ഈ കേസിലെ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന SDPI പ്രവർത്തകരുടെ കടകൾ തീയിട്ട് നശിപ്പിച്ചത്. എന്താണെങ്കിലും 5ഓളം കടകൾ ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വയലാറിലും അതുപോലെ തന്നെ നാഗംകുളങ്ങര പ്രദേശത്തും ഒക്കെ തന്നെ കനത്ത പോലീസ് സുരക്ഷയിലാണ്. പോലീസിൻ്റെ കൂടുതൽ പോലീസ് സേനയെ ഇങ്ങോട്ടേക്ക് നിയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം DYSP ആയിട്ടുള്ള ചേർത്തല DYSP ശ്രീകുമാർ നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും 8 പേരാണ് നിലവിൽ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 8ഓളം SDPI പ്രവർത്തകരാണ്. ചേർത്തല, അതുപോലെ തന്നെ പാണാവള്ളി തുടങ്ങിയ ഈ കൃത്യം നടന്നിട്ടുള്ളതിൻ്റെ സമീപ പ്രദേശത്തു നിന്നാണ് 8 പേരെ പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുത്തത്. 12ഓളം പേരെ ആദ്യം കസ്റ്റഡിയിലെടുത്തെങ്കിലും 8 പേർ ഇതിനകത്ത് കൃത്യമായി ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണ് 8ഓളം പേരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ആരാണ് കൃത്യം നടത്തിയത്, പ്രധാന പ്രതികൾ ആരൊക്കെയാണെന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചിരിക്കുകയാണ്. ഡോസ് കോഡ് അടക്കമുള്ള വിരൽ അടയാള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ കൊല ചെയ്യപ്പെട്ട നന്ദു കൃഷ്ണന്റെ മൃതദേഹം കോവിഡ് പരിശോധനകൾക്ക് ശേഷം നെഗറ്റീവായതിനു ശേഷം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലപ്പെട്ട നന്ദുകൃഷ്ണന്റെ മൃതദേഹം ചേർത്തലയിലെ വസതിയിലേക്ക് കൊണ്ടുവരും, ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്താണെങ്കിലും ചേർത്തലയിലും സമീപ പ്രദേശത്തും തന്നെ ഒരു വർഗീയ കലാപത്തിനുള്ള സാധ്യതയും ശ്രമങ്ങളും ഒക്കെ തന്നെ RSSൻ്റെയും SDPIയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലെ രാത്രി 8 മണിയോട് തന്നെ ചേർത്തല നാഗംകുളങ്ങരയിൽ ഉണ്ടായ സംഭവം. RSS പ്രവർത്തകരും SDPI പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തുകയും ആയുധമായി എത്തുകയും പിന്നീട് പരസ്പരം വെട്ടുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ ദാരുണമായി പരിക്കേറ്റ നന്ദുകൃഷ്ണനാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തലയുടെ പിന്നിൽ മാരകമായി വെട്ടേറ്റ നിലയിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെട്ടത്. മറ്റൊരു വ്യക്തി KS നന്ദുവിനും ഇതുപോലെ തന്നെ കൈ അറ്റുപോയ നിലയിലാണ്. അയാളെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അതാണെങ്കിലും പോലീസ് കനത്ത ചേർത്തലയിൽ വലിയ വർഗീയ കലാപത്തിനാണ് RSSും SDPIയും കോപ്പ് കൂട്ടിയിരിക്കുന്നത്. കാരണം 5ഓളം കടകൾ തീയിട്ടു. ഈ കടകളൊക്കെ തന്നെയും ഭാഗികമായി കത്തി നശിച്ചു. ഇതിൽ കേസിലെ പ്രതികളെന്ന് പറയപ്പെടുന്നവരുടെ കടകൾ കൂടിയാണ് കത്തി നശിച്ചത്. ഇന്നലെ രാത്രി മുതൽ തന്നെ തുടരുന്ന സംഘർഷത്തിന്റെ ഒരു കൊലപാതകത്തിലേക്ക് എത്തി നിന്നിട്ടും അതിന്റെ തുടർച്ചയായി ഇപ്പോഴും സംഘർഷങ്ങൾ അവിടെ തുടരുകയാണ്. മനീഷ്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി കൂട്ടിച്ചേർത്താൻ. വിഷ്ണു പ്രസാദ്, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരുന്നു RSS ഇത് സംബന്ധിച്ചുള്ള ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എന്നാൽ ഏകദേശം 11 വരെയോടുകൂടി തന്നെ അവർ ഹർത്താൽ അനുകൂലികളായിട്ടുള്ള ആളുകൾ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു. അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ചേർത്തല വയലാറിലെ ചില കടകൾ 5ഓളം കടകൾ കത്തിക്കാൻ ശ്രമം നടത്തിയത്. ഈ പറയുന്ന പ്രതികളെന്ന് പറയപ്പെടുന്ന അവരുടെ കടകളാണ് 5ഓളം കടകളാണ് കത്തിച്ചത്. കടകൾ പിന്നീട് വെള്ളമൊഴിച്ച് കെടുത്തിയതിൻ്റെ ഭാഗികമായി മാത്രമാണ് കത്തി നശിച്ചത്. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഘർഷം വ്യാപിപ്പിക്കാനുള്ള സാധ്യത നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് സേനയെ ഇപ്പം തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. നാളുകളായി തന്നെ ചേർത്തലയിൽ SDPI RSS വിഭാഗങ്ങൾ തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായ കാരണം പെട്ടെന്നൊരു പ്രകോപനപരമായിട്ടുള്ള
ഒരു പ്രസംഗം SDPI നടത്തിയ പ്രചരണ പരിപാടിയിൽ ഉണ്ടായിരുന്നു. RSSനെ നിശിതമായി വിമർശിക്കുന്ന രീതിയിൽ SDPI പ്രവർത്തകർ വിമർശിച്ചതിന്റെ ഭാഗമായാണ് വാക്കുതർക്കമുണ്ടായത്. ഇതിന്റെ ഭാഗമായി SDPI പ്രവർത്തകർ തിരിച്ച് RSS പ്രവർത്തകരെ ആക്രമിക്കുന്നു. RSS പ്രവർത്തകർ തിരിച്ച് വൈകിട്ട് നടത്തിയ 8 മണിയോടെ നടത്തിയ പ്രകടനത്തെ തിരിച്ച് ആക്രമിക്കുന്നു. അത്തരത്തിൽ സംഘർഷാവസ്ഥ പരസ്യമായി തന്നെ തെരുവിൽ നടക്കുന്നു. അത്തരത്തിൽ RSSന്റെ ഒരു BJPയുടെ വിജയയാത്ര കേരളത്തിലെമ്പാടും പ്രയാണം നടത്താനുള്ള ഒരു അതിന് തൊട്ടു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടക്കാനിരിക്കുന്നതിൻ്റെ അവസരത്തിൽ തന്നെ കേരളത്തിൽ വർഗീയ കലാപത്തിന് ആസൂത്രിതമായി തന്നെ RSSും SDPIയും കോപ്പ് കൂട്ടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിഷ്ണു, വ്യക്തമാണ് മനീഷ്. RSS SDPI സംഘർഷത്തെ തുടർന്ന് ഒരു കൊലപാതകമുണ്ടായി. അതിനെ തുടർന്ന് ചേർത്തലയിലാകെ RSS SDPI പ്രവർത്തകർ വലിയ വർഗീയ കലാപത്തിനാണ് കോപ്പുകൂട്ടുന്നത്. നിരവധി കടകൾ കത്തിനശിപ്പിച്ചു. പല കടകളും പൂർണ്ണമായും കത്തിനശിച്ചു, ചില കടകൾ ഭാഗികമായി കത്തിനശിച്ചു. ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ കടകൾക്കാണ് RSS പ്രവർത്തകർ തീയിട്ടത്. സമാനമായ രീതിയിൽ SDPI പ്രവർത്തകരും മറ്റു രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഏതായാലും വലിയ സംഭവ വികാസങ്ങൾക്കാണ് ഇപ്പോൾ ചേർത്തല സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മനീഷ് നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി വിചാരണ കോടതി തള്ളി. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വിവരങ്ങൾ. വിഷ്ണു, നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയാണ് വിചാരണ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഇന്നത്തെ ഈ കോടതി വിധി. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ്, അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. സ്വാഭാവികമായും ദിലീപ് ഈ പ്രോസിക്യൂഷൻ്റെ ഹർജിയെ ശക്തമായി എതിർക്കുകയുണ്ടായി. പ്രോസിക്യൂഷൻ്റെ ആരോപണത്തിന് തെളിവില്ല എന്നുള്ളതായിരുന്നു ദിലീപ് ചൂണ്ടിക്കാണിച്ചത്. അതിന് ദിലീപ് കാരണമായി പറഞ്ഞത് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, ആ അന്വേഷണത്തിൽ തന്നെ ഈ ആരോപണത്തിന് തെളിവില്ല എന്ന് കണ്ടതാണ്. ഒപ്പം തന്നെ ഈ സാക്ഷികളെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ തങ്ങളെ സ്വാധീനിച്ചത് ജനുവരി മാസത്തിലാണ് അതിനുള്ള ശ്രമം നടന്നത് എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുമ്പോഴും അത് സംബന്ധിച്ച് പരാതിയായി നൽകിയത് ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും താമസമെടുത്തു? അതുതന്നെ സംശയാസ്പദമാണ് എന്ന് ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ 100ഓളം സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കുകയുണ്ടായി. ആർക്കും തന്നെ ഇത്തരത്തിലൊരു ആക്ഷേപമില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് തെളിവില്ല. അതിനാൽ ഈ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ ഹർജി തള്ളണം എന്നായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ടത്. ദിലീപിൻ്റെ ഈ വാദം, അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണത്തിന് തെളിവില്ല എന്ന വാദം ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ വിചാരണ കോടതി ഈ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. ഏകദേശം 1 വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചത്. ഈ വിപിൻലാൽ ഉൾപ്പെടെ, മാപ്പുസാക്ഷിയായ വിപിൻലാൽ ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് അഭിഭാഷകൻ വഴി ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു 1 വർഷം മുൻപ് പ്രോസിക്യൂഷൻ ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ പലവിധ കാരണങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയെ തുടർന്ന് ഈ ഹർജിയിൽ വാദം കേട്ട് വിധി പറയുന്നതിന് കാലതാമസമുണ്ടായി. എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെ നീങ്ങിയ ശേഷം ഇന്നിപ്പോൾ വാദം പൂർത്തിയാക്കി കോടതി ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നു. വിഷ്ണു, വ്യക്തമാണ് ഉമേഷ്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി വിചാരണ കോടതി തള്ളിയിരിക്കുന്നു. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയിൽ A. വിജയരാഘവൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരു നാടിന് 4.25 വർഷം കൊണ്ട് ഇങ്ങനെ മാറാനാകും എന്നാണ് കേരളം തെളിയിച്ചത്. ആഭാലബുദ്ധം എന്നത് മലയാളത്തിലെ ഒരു പ്രയോഗമല്ല, ജീവിതത്തിലെ ഒരു അനുഭവമാണ് എന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെളിയിച്ചു. കൃഷിയും ആരോഗ്യ മേഖലയും നമ്മുടെ വലിയ മാറ്റങ്ങളുണ്ട്. നെൽകൃഷിക്കാരന് സർക്കാർ കൊടുക്കുന്നതിന്റെ 40% അധികം കൊടുക്കുകയാണ്. കേന്ദ്രം പറയുന്നതിന്റെ 40% അധികം കേരളത്തിൽ. പാടത്ത് വെള്ളം കെട്ടി നിർത്തിയാൽ റോയൽറ്റി കൊടുക്കുന്ന നാടാണ് കേരളം. 40,000 ഹെക്ടറിലാണ് പുതുതായിട്ട് കൃഷി വന്നിരിക്കുന്നത്. അത്ഭുതപ്പെട്ടില്ല. പച്ചക്കറി കൃഷി, പച്ചക്കറിക്ക് തറവില്ല, വലിയ മാറ്റം ഉണ്ടായി. വിവിധങ്ങളായ മാറ്റങ്ങളാണ് മറ്റുള്ള നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്, ഞാനിതിലേക്ക് പോകുന്നില്ല. ഇതാണോ ഡൽഹിയിൽ? അവിടെ നരേന്ദ്രമോദി ഉണ്ടല്ല, രാവിലെ എണീറ്റാൽ അപ്പ യോഗ കഴിഞ്ഞാൽ സൂര്യ നമസ്കാരം കഴിഞ്ഞാൽ പെട്രോളിന്റെ വില കൂട്ടുക. ഇതാണ് വലിയ വിഷയം. ആ 3ാമത്തെ സാധനം സഹിക്കാനേ പറ്റില്ല. എല്ലാ ദിവസവും കൂട്ടി ആ കയ്യമ്മലിൽ കെട്ടി ആളെ കണ്ടാൽ മനസ്സിലായി പെട്ടുപോകും.
ഈ പെട്രോളിന് വില കൂട്ടിയ ആളാണ് ആ പോണത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ഓരോ ഘട്ട 90 ആവുമ്പോൾ ഒരു കെട്ട്, 95 ആവുമ്പോൾ 2ാം കെട്ട്, 100 ആവുമ്പോൾ 3ാം കെട്ട്, ഇങ്ങനെയാണ് അമ്മമാരൊക്കെ അങ്ങനെ നോക്കിയിരിക്കുക. ആ 300 റുപ്യ ഉണ്ടായിരുന്ന പാചകവാതകത്തിന് 1000 റുപ്യ ആക്കിയ ആളല്ലേ ഈ വരുന്നത് എന്ന മട്ടിലാണ് BJP-ക്കാരെ കാണുമ്പോ ഒരു സാധാരണ വീട്ടമ്മ ഇപ്പൊ ചിന്തിക്കുന്നത്. അതാണ് സമീപനം. രാജ്യത്തിന്റെ ദശലക്ഷക്കണക്കിന് കോടിയുടെ ആസ്തി വകകളുള്ള വ്യത്യസ്തങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ബാങ്കുകൾ, പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറികൾ, ഇവയെല്ലാം വെറുതെ ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് സൗജന്യമായി കൊടുത്ത് അതിൽ നിന്നൊരു പങ്ക് പറ്റി അതുകൊണ്ട് അധികാരം നിയന്ത്രിക്കുന്ന പ്രതിലോമതയുടെ രാഷ്ട്രീയം ഇന്ത്യയിൽ മേധാവിത്വം പുലർത്തിയതിന്റെ പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാടിനെ തകർക്കുകയാണ്. ആ നിലപാടാണോ ഇടതുപക്ഷത്തിന്? അതിനെ പ്രതിരോധിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്. നമ്മുടെ നാട്ടിലാണ് നൂറുകണക്കിന് വർഷം നിലനിന്ന ഒരു മുസ്ലിം പള്ളി അടിച്ച് തകർത്ത് ആഹ്ലാദിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ ലോകം കണ്ടത്. പക്വത ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ നേതൃത്വം പള്ളി പൊളിക്കാൻ പോകുമോ എന്ന് പരിഷ്കൃത സമൂഹത്തിന് സംശയം തോന്നി. ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഇന്ത്യ, എന്തൊരു അഭിമാനം! വലിയ വലിയ നേതാക്കന്മാർ പോയിട്ട് സാമൂഹ്യ വിദ്യന്മാരെ കൂടെ നിന്ന് പള്ളി വിളിക്കുമ്പോൾ ആഹ്ലാദം നിർത്തിച്ച്, ഇപ്പോഴോ RSSന്റെ പരികൽപ്പനകൾക്ക് അനുയോജ്യമായ ഭരണ നിർവഹണം നടത്തുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി പള്ളി പൊളിച്ച സ്ഥലത്ത് ഒരു ഹിന്ദു ദേവാലയത്തിന്, രാമക്ഷേത്രത്തിന് തറക്കല്ലിടാൻ പോകുന്നു. ആ മതന്യൂനപക്ഷത്തിന്റെ മനസ്സിൽ തനിക്ക് ഈ സമൂഹത്തിൽ ഒരു പരിരക്ഷ കിട്ടും എന്ന പ്രതീക്ഷ ഉണ്ടാകുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാർ ആ നിലപാടിനെ എതിർത്തത്. ഇവരിങ്ങനെയാണ് പെരുമാറുന്നത്. നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ എങ്ങനെയാ പെരുമാറുന്നത്? ഈ അമ്പലം നിന്ന സ്ഥലത്ത്, പള്ളി നിന്ന സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കുന്ന തെറ്റിനെ വിമർശിക്കാതെ കോൺഗ്രസ് നിലപാടെന്താ? ഞങ്ങൾക്കും കൂടി ഒരു പങ്ക് കിട്ടണമെന്ന ഹിന്ദുത്വത്തിന്റെ ഒരു പങ്ക് കോൺഗ്രസിന് കിട്ടണം. രാഹുൽ ഗാന്ധിയുടെ പരാതി, ഞങ്ങളെ ക്ഷണിച്ചില്ല. ചില ആൾക്കാരുണ്ട്, എന്നെ ക്ഷണിച്ചിട്ടില്ല, അവിടെ ഞാൻ കല്യാണത്തിന് പോകില്ലെന്ന ആൾക്കാരുണ്ട്. അതുപോലെ പരാതിയിലാണ് നിൽക്കണേ, എന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാത്തോണ്ട് കോൺഗ്രസ്സുകാർ എന്തായത്, ഒരു ചാക്ക് വെള്ളി കൊണ്ടുള്ള ഇഷ്ടിക അങ്ങോട്ട് കൊടുത്തയച്ചു. ക്ഷണിച്ചില്ലെങ്കിലും ഈ സമ്മാനം പിടിച്ചോളൂ എന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത്. ഈ കോൺഗ്രസിന് BJP-യെ പ്രത്യയശാസ്ത്രപരമായി പ്രതിരോധിക്കാൻ സാധിക്കും. ഈ കോൺഗ്രസിന് BJP-യെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിരോധിക്കാൻ സാധിക്കുമോ? തെറ്റായ സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന BJP പറയുന്നത് ഇതെല്ലാം മൻമോഹൻ സിംഗിന്റെ പ്രഖ്യാപനങ്ങളാണ്. 100 കോടി കൃഷിക്കാരനെ ഭൂമിയിൽ നിന്ന് പറിച്ച് തെരുവിലിട്ടിരിക്കുക. നമുക്ക് 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം 4-5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന അധിക വിലയ്ക്ക് ഞാനും നിങ്ങളും അരി വാങ്ങേണ്ടി വരും. ഇവിടെ പട്ടിണി തിരിച്ചു വരും. വെള്ളക്കാരൻ ഇന്ത്യയിൽ മേധാവിത്വം സ്ഥാപിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ക്ഷാമമുണ്ടായത് എന്ന് ചരിത്രം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതാ ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പട്ടിണിയുടെ ഒരു കാലം ഇന്ത്യയിൽ സൃഷ്ടിച്ചായിരിക്കും തിരിച്ചു പോവുക എന്നത് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇവിടെയെല്ലാം കോൺഗ്രസ് നിലപാടല്ല. നമ്മളുടെ സമീപനം അതാണ്. നമ്മളുടെ സമീപനം എന്താ? നമ്മളുടെ സമീപനം ഞാൻ ആദ്യം സൂചിപ്പിച്ച വ്യക്തികളുടെ ഉന്നമനത്തിന്റെ വികസന പാതയ്ക്കൊപ്പം നാടിന്റെ അടിത്തറ ബലപ്പെടുത്തുന്ന വികസന കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് വെക്കുക. അതാണ് കേരളം. ഭൂമിയുടെ അടിയിലൂടെ പ്രകൃതിവാതകലായി ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടോ? 450 കിലോമീറ്റർ നീളത്തിൽ ആ ലൈൻ 4.25 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ഈ കേരള സംസ്ഥാനത്തിനകത്ത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. 6 വരിപ്പാത ടെൻഡർ കൊടുത്ത് പ്രവർത്തനം തുടങ്ങും എന്ന വാർത്ത ഇന്ന് നമ്മൾ വായിച്ചു. ആ സ്ഥലം മുഴുവൻ എടുത്തു ഈ ഗവൺമെന്റ്. സ്ഥലം മുഴുവൻ എടുത്തു. 600 കിലോമീറ്റർ സ്ഥലം. ഉമ്മൻചാണ്ടി ഈ വിക്രമ പരാക്രമി 5 മീറ്റർ സ്ഥലം അളന്നെടുക്കാൻ കഴിഞ്ഞോ ഉമ്മൻചാണ്ടിക്ക്? ഈ കേരളത്തിൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ 5 മീറ്റർ സ്ഥലം
ചങ്ങലയും അളവുകോലുമായി മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് എന്ന് അവിടുത്തെ ചില വർഗീയ ജാതീയ ഘടകങ്ങൾ ഒരു തടസ്സം ഉന്നയിച്ചപ്പോൾ അന്ന് പെട്ടിമടക്കി പോയതാണ് ഈ ഉമ്മൻചാണ്ടി. കേരളത്തിലെ പിണറായി സ്ഥലം അളക്കും എന്ന് തീരുമാനിച്ചു, അളക്കുക തന്നെ ചെയ്തു. അപ്പൊ കേന്ദ്രം പറഞ്ഞു 4 പൈസ തരണം, പൈസ എടുത്ത് കൊടുത്തു. ഇപ്പൊ റോഡ് ഉണ്ടാക്കാൻ പോവാ. ഒരു റോഡാണോ 3 റോഡാ? മലയോര പാത, തീരദേശ പാത. ഇനിയിപ്പോ ഈ ഉമ്മൻചാണ്ടി നരേന്ദ്രമോദി പെട്രോളിന് വല്ലാത്ത വില കൂട്ടിയാൽ നമുക്കൊന്ന് തോണിക്ക് പോവാം എന്ന് വിചാരിച്ചാൽ ഒരു ജലപാത അവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വികസനം കുതിച്ചാ പോണം. അവിടെ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ, സ്കൂളുകൾക്ക് കെട്ടിടം ഇന്ന് പഠിക്കുന്ന കുട്ടിക്കാണോ? ഇപ്പൊ വടക്കാഞ്ചേരിയിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കുള്ള കെട്ടിടാണോ ഇപ്പൊ പിണറായി ഉണ്ടാക്കിയ? ഇപ്പുള്ള കുട്ടിക്കല്ല, 25 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് പഠിക്കാനുള്ള സ്കൂൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. പേടിക്കണ്ട, 50 കൊല്ലം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന കുട്ടിക്കുള്ള സ്കൂൾ കെട്ടിടം ഇപ്പൊ കിഫ്ബി വഴി പണിത് കഴിഞ്ഞു പോയി കേരള സംസ്ഥാനം. ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ വികസനം ഉണ്ടാക്കാൻ പറ്റുക? കാട്ടു തിന്നൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കാശ് തരാം എന്നാണ് ലോകം നമ്മളോട് പറയുന്നത്. ഖജാനയിലെ പണം കട്ടെടുക്കാതെ നികുതി പണം കൊണ്ട് കടം വീട്ടാം എന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. വികസനമാണ്. എല്ലാ നിയോജക മണ്ഡലത്തിലും വലിയ മുന്നേറ്റമുണ്ട്. എന്നാൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടും സഹായമാണോ UDF? അതോ ഇത് തകർക്കാനുള്ള നിലപാടാണ്? ചെന്നിത്തല പറയുന്നു ഞാൻ കിഫ്ബി പൂട്ടും, ചെന്നിത്തല പറയുന്നു ഞാൻ ലൈഫ് പൂട്ടും, ചെന്നിത്തല പറയുന്നു ഞാൻ കേരള ബാങ്ക് പൂട്ടും എന്നല്ലാണ്ട് തുറക്കുമെന്ന് ചെന്നിത്തല പറയുന്നില്ല. ഇതാണ് കേരളത്തിന്റെ മറ്റൊരവസ്ഥ. നമ്മളുണ്ടാക്കിയ നേട്ടങ്ങൾ തകർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഇവരെ ശ്രദ്ധിക്കണം. ഇവരുടെ ലക്ഷ്യം ഇടതുപക്ഷത്തെ അട്ടിമറിക്കുക എന്നത് മാത്രമാണ്. കേരളത്തിലെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ BJPയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കാൻ മടിയില്ലാത്ത പാർട്ടിയായിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. BJPയുമായി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു നിയമസഭാ വിജയത്തിനു വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് കൂട്ടുകൂടുകയാണ്. ഇന്നത്തെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിമോചന സമര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിലെ കോൺഗ്രസുകാർ പറയുന്നതിന്റെ താഴെ കയ്യപ്പെടുന്ന നേതൃത്വമായി ഇന്നത്തെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ചുരുങ്ങി പോയിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയെ വിളിച്ചു കൊണ്ടുവന്ന് പിണറായി വിജയനെതിരെ പ്രസംഗിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കേന്ദ്ര ഏജൻസികളെ ഇവിടെ തെറ്റായ രൂപത്തിൽ ഉപയോഗിച്ചില്ല. നമ്മളെല്ലാം അതിനെതിരായി സമരം ചെയ്തില്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഒരു കൈ സഹായിച്ചില്ല. എല്ലാം ഇവിടെ നടന്നല്ലോ. ആ കേന്ദ്ര ഏജൻസികൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തില്ലേ? കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളല്ലേ ഈ രാഹുൽ ഗാന്ധി? നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കേസിൽ കേന്ദ്ര ഏജൻസി ചാർജ് ചെയ്ത കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളല്ലേ രാഹുൽ ഗാന്ധി? ആ രാഹുൽ ഗാന്ധിയാണോ പിണറായിയെ വിമർശിക്കുന്നത്? അഴിമതിയെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണോ? ഇനി നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. VKC ഡിബോങ്കോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC ഡിബോങ്കോ. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഡബിൾ ഡെൻസിറ്റി സോളുമായി VKC ഡിബോങ്കോ. ലീഗിനെ NDAയിലേക്ക് സ്വാഗതം ചെയ്ത് BJP. ലീഗ് NDAയിലേക്ക് വരുന്നത് മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യുമെന്ന് ശോഭാ സുരേന്ദ്രൻ. ശോഭയുടെ പ്രസ്താവന BJP അല്ല CPIM ആണ് ശത്രുവെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പുറത്താവുന്നത് ലീഗ് BJP രഹസ്യ അജണ്ട. ശോഭയുടെ പ്രസ്താവന അറിയില്ലെന്ന് K സുരേന്ദ്രൻ. ഇടുക്കിക്ക് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. സുഗന്ധവ്യഞ്ജനങ്ങൾ അന്തർദേശീയ തലത്തിൽ വിറ്റഴിക്കാൻ പദ്ധതി. 500 കോടിയുടെ മെഗാ ഫുഡ് പാർക്ക്. പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിന് മുൻഗണനയെന്ന് മുഖ്യമന്ത്രി. ചേർത്തലയിൽ വർഗീയ കലാപത്തിന് RSS SDPI ശ്രമം. കടകൾക്ക് തീയിട്ട RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ 8 SDPI പ്രവർത്തകർ അറസ്റ്റ്.
സ്വാശ്രയ മെഡിക്കൽ ഫീസ് പുനർനിർണ്ണയിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. ഫീസ് നിർണ്ണയ സമിതിക്ക് നിർദ്ദേശം. സമിതിയുമായി സഹകരിക്കണമെന്നും മാനേജ്മെന്റുകളോട് സുപ്രീം കോടതി. വടക്കേ ഇന്ത്യക്കാർക്കെതിരായ പരാമർശത്തിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി കപിൽ സിബലും ആനന്ദ് ശർമ്മയും. രാഹുൽ സമ്മതിദായകരുടെ വിവേകത്തെ മാനിക്കണമെന്ന് നേതാക്കൾ. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടറിന് കൂട്ടിയത് 25 രൂപ. ഫെബ്രുവരിയിൽ മാത്രം കൂട്ടിയത് 100 രൂപ. സിലിണ്ടർ വില 801 രൂപയായി. മുസ്ലിം ലീഗിനെ NDAയിലേക്ക് സ്വാഗതം ചെയ്ത് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. BJP അല്ല CPIM ആണ് മുഖ്യശത്രുവെന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി മുമ്പ് പറഞ്ഞതും ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയും ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ വെളിപ്പെടുത്തലാവുകയാണ്. ഒരു ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലൂടെയാണ് ലീഗിന് NDAയിലേക്ക് ക്ഷണമെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായി BJP സഖ്യമുണ്ടാക്കിയ കാര്യവും ശോഭാ സുരേന്ദ്രൻ ലീഗിനെ അഭിമുഖത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപേ തന്നെ രൂപപ്പെട്ട വർഗീയ സഖ്യത്തിന്റെ സൂചനയാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നത്. BJP അല്ല CPIM ആണ് മുഖ്യശത്രുവെന്ന് മുൻപ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളും കൂട്ടിവായിക്കുമ്പോൾ അജണ്ടകൾ മറനീക്കി പുറത്താവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുള്ള സ്ഥിതിയും അത് തന്നെയാണ്. കാരണം വെച്ചാൽ BJP അല്ല ഇവിടെ ശത്രു, പക്ഷേ ഇവിടെ CPM ആണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കാൻ പാടില്ല. അങ്ങനെ ജയിക്കുന്നത് മുന്നണിക്കും പാർട്ടിക്കും വലിയ ഒരു പ്രശ്നമുണ്ടാക്കും. അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ ലീഗിനെ കൂട്ടുപിടിക്കുന്ന BJP തന്ത്രവും അധികാരത്തിനു വേണ്ടി വർഗീയതയുടെ സന്ധി ചെയ്യാമെന്ന ലീഗിന്റെ വർഗീയ രാഷ്ട്രീയവുമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്. ചേർത്തലയിൽ വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടി RSSും SDPIയും. RSS പ്രവർത്തകർ കടകൾക്ക് തീയിട്ടു. 5ഓളം കടകൾ ഭാഗികമായി നശിച്ചു. കേസിലെ പ്രതികളെന്ന് പറയപ്പെടുന്നവരുടെ കടകളാണ് കത്തിച്ചത്. ഇന്നലെ രാത്രി മുതൽ തുടരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 8 പേർ അറസ്റ്റിലായി. സംഘർഷത്തിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി മനീഷ് ചേരുന്നു ചേർത്തലയിൽ നിന്നും. മനീഷ്, ഇപ്പോൾ പ്രദേശത്തെ സംഘർഷാവസ്ഥ എങ്ങനെയാണ്? വിഷ്ണു, അതായത് ഇന്നലെ തുടങ്ങിയ സംഘർഷാവസ്ഥ ഇന്ന് ഉച്ചവരെയൊക്കെ തന്നെ സമാധാനാന്തരീക്ഷമായിരുന്നെങ്കിലും ഉച്ചയോടുകൂടി തന്നെ വീണ്ടും SDPI RSS പ്രവർത്തകർ തെരുവിലിറങ്ങി വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് 5ഓളം കടകൾ, പ്രതികൾ എന്ന് പറയപ്പെടുന്നവരുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ കടകളാണ് കത്തിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമരാനുകൂലികളായിട്ടുള്ള RSS പ്രവർത്തകർ കാറിൻ്റെ ചില്ലും അതുപോലെ കാറും ലോറി തുടങ്ങിയ വാഹനങ്ങൾ അടിച്ചു തകർത്തുന്ന സാഹചര്യമാണ് ചേർത്തലയിലുള്ളത്. എന്താണെങ്കിലും ജില്ലാ പോലീസ് മേധാവി G. ജയദേവിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ പോലീസ് സേനയെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ചേർത്തലയിലും നാഗംകുളങ്ങര, വയലാർ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. 8 പേരാണ് ഇന്നലെ രാത്രി 8 മണിയോട് നടന്ന കൊലപാതകത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം 12 പേരെ കസ്റ്റഡിയിലെടുത്തതിൽ ആണ് 8 പേരെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 8 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ പ്രതികളെ അടക്കമുള്ള ആളുകളെ കോടതിയിലേക്ക് ഹാജരാക്കാനിരിക്കെയാണ് RSSന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനപരമായി ചേർത്തലയിലും പരിസര പ്രദേശത്തും വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. അവർ കമ്പോളങ്ങളൊക്കെ തന്നെ കത്തിക്കുന്നു. ഈ പറയുന്ന പ്രതികൾ എന്ന് പറയുന്നവരുടെ ബന്ധുക്കളുടെയും പ്രതികളുടെയും കടകളൊക്കെ തന്നെയാണ് കത്തിച്ചത്. എന്താണെങ്കിലും പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ പ്രദേശത്ത് നടത്തുകയാണ്. ഇനിയൊരു സംഭവവികാസങ്ങൾ ഉണ്ടാകാത്ത തരത്തിലേക്ക് കൂടുതൽ സേനയെ വിന്യസിപ്പിക്കുകയാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കടകൾ ഹർത്താലിന് BJP ആഹ്വാനം ചെയ്തത്. എന്നാൽ ഇപ്പോൾ BJP പ്രവർത്തകർ ബലമായി പല കടകളൊക്കെ തന്നെയും അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. SDPI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി അവരും ചില സ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും പോലീസ് പുതിയതായി
CCTV ഒക്കെ തന്നെ ഘടിപ്പിക്കുകയും ഉള്ള CCTVയിൽ ഇന്നലെ ഉച്ച മുതൽ ഇന്ന് വരെയുള്ള പല ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. ഈ CCTV പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് വെളുപ്പിനെ 12ഓളം പേരെ ആദ്യം കസ്റ്റഡിയിലെടുത്തത്. ഇതിൻ്റെ ഭാഗമായി പിന്നീട് 8 പേരെ അറസ്റ്റ് ചെയ്തു. എന്താണെങ്കിലും ഈ കൊല ചെയ്യപ്പെട്ട നന്ദുകൃഷ്ണയുടെ മൃതദേഹം ചേർത്തലയിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. പൂർത്തിയാക്കിയ ശേഷം വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഈ വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വവസതിയിലേക്ക് 5 മണിയോടുകൂടി തന്നെ ചേർത്തലയിലെ വസതിയിലേക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്താണെങ്കിലും ചേർത്തലയിലും നാഗംകുളങ്ങരയിലും വയലാറിലും ഒക്കെ തന്നെയുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് സുരക്ഷയാണ്. ഇനിയൊരു സംഘർഷ സാധ്യത ഉണ്ടാകാത്ത തരത്തിലുള്ള പഴുതടച്ചിട്ടുള്ള സുരക്ഷ പോലീസ് ഒരുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ വീണത് വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടാൻ തരത്തിലുള്ള ഒരു തീപ്പൊരിയായിരുന്നു. കാരണം അത് ഇന്നലെ നടന്നൊരു സംഭവ വികാസമല്ല. കുറച്ച് ദിവസങ്ങളായി SDP RSS പ്രവർത്തകർ അവിടെ ഉണ്ടാക്കുന്ന ഒരു വാക്കുതർക്കം അത് സംഘർഷത്തിലേക്ക് കടക്കുന്നു. SDP സംഘടിപ്പിച്ച ഒരു വാഹന പ്രചരണ ജാഥ RSS അലങ്കോലപ്പെടുത്തുന്നു. വീണ്ടും SDP പ്രവർത്തകർ RSS പ്രവർത്തകരെ ആക്രമിക്കുന്നു. വീണ്ടും വൈകുന്നേരത്തോടുകൂടി ഇരു വിഭാഗം പ്രവർത്തകരും പ്രകടനം നടത്തുന്നു. പ്രകടനത്തിലേക്ക് മാരകായുധങ്ങളുമായി എത്തിയ ഇരു പ്രവർത്തകരും ഏറ്റുമുട്ടുന്നു. ഈ ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി തലയ്ക്ക് മാരകമായി വെട്ടേറ്റ ആൾ മരിക്കുന്നു. അത്തരത്തിൽ നന്ദുകൃഷ്ണ ആ സ്ഥലത്ത് വെച്ച് തന്നെ കൊല ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ്. എന്തായാലും പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഈ ഓരോ സ്ഥലത്തുമുണ്ട്. കൃത്യമായി ഇനി ഇത്തരത്തിലുള്ള പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലങ്ങൾ പോലീസ് നോട്ട് ചെയ്ത് അവിടെയൊക്കെ തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. വിഷ്ണു, വ്യക്തമാണ് മനീഷ്. RSS SDPI സംഘർഷത്തെ തുടർന്ന് നന്ദുകൃഷ്ണൻ എന്ന RSS പ്രവർത്തകൻ മരിച്ചതിനെ തുടർന്ന് ചേർത്തല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു. നിരവധി കടകൾ, പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളുടെ കടകൾ RSS പ്രവർത്തകർ കത്തി നശിപ്പിച്ചത് അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന. ഏതായാലും ഇപ്പോഴും ചേർത്തല അടക്കമുള്ള പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. പലയിടങ്ങളിലും RSS SDPI പ്രവർത്തകർ വർഗീയ കലാപം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒത്തുകൂടുന്നതായി അടക്കമുള്ള റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഇപ്പോൾ ചേർത്തലയിൽ നിന്നും മനീഷ് നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി വിചാരണ കോടതി തള്ളി. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വിശദാംശങ്ങൾ. വിഷ്ണു, ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് വിചാരണ കോടതിയിൽ നിന്നുണ്ടായത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ്, അതിനാൽ ജാമ്യം റദ്ദാക്കണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. എന്നാൽ ഈ ഹർജിയെ ദിലീപ് ശക്തമായി എതിർത്തിരുന്നു. 100ഓളം സാക്ഷികളെ ഇതിനു മുൻപ് വിസ്തരിച്ചതാണ്. ആർക്കും തന്നെ ഇത്തരത്തിലൊരു പരാതിയില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇതിൽ തെളിവില്ല എന്ന് കണ്ടതാണ്. തങ്ങളെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിച്ചു. ആ സംഭവം ഉണ്ടാകുന്നത് ജനുവരിയിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കുന്നത് ഒക്ടോബറിലാണ്. ഇത് തന്നെ സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളണം എന്നുള്ളതായിരുന്നു ദിലീപിൻ്റെ വാദം. ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ആരോപണത്തിന് തെളിവില്ല എന്ന ദിലീപിൻ്റെ വാദം ശരിവെച്ചുകൊണ്ട് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. 1 വർഷം മുൻപാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിക്കുന്നത്. ഈ മാപ്പുസാക്ഷിയായ വിപിൻലാൽ ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട സാക്ഷികളെ അഭിഭാഷകൻ വഴി സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആരോപണം. എന്നാൽ കോവിഡ് ലോക്ക്ഡൗൺ ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികളെ തുടർന്ന് ഈ ഹർജിയിൽ തീർപ്പുണ്ടാക്കുന്നത് വൈകുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഹർജിയിൽ ഒരു തീർപ്പുണ്ടായിരിക്കുന്നു. ദിലീപിന് ഏറെ ആശ്വാസകരമായ ഒരു വിധി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 2017 വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് PK കുഞ്ഞാലിക്കുട്ടിയെ ED ചോദ്യം ചെയ്തിരുന്നുവെന്ന് മന്ത്രി KT ജലീൽ. കേന്ദ്ര ഏജൻസികളെ കൊണ്ട് BJP മുസ്ലിം ലീഗിനെ വരുതിയിലാക്കുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും മുത്തലാഖ് വിഷയത്തിലും മുസ്ലിം ലീഗ് വോട്ട് ചെയ്യാതിരുന്നത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും KT ജലീൽ. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമീപകാലത്താണ് ഒരു പ്രസ്താവന നടത്തിയത്. BJP അല്ല മുഖ്യശത്രു, CPM ആണ്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്ന ഒരു സമയമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയുടെ പൊരുൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഏതാണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശോഭാ സുരേന്ദ്രൻ മുസ്ലിം ലീഗിനെ BJPയുടെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണം പറയുന്നത് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയും
മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയുമൊക്കെ NDAയുടെ ഭാഗമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിനും പ്രവർത്തിക്കാം. സത്യത്തിൽ ഇപ്പോഴാണ് നമുക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായും തോന്നുന്നത്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BJPയുടെ നേതാവ് വെങ്കയ്യ നായിഡു മത്സരിച്ച ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ 2 MPമാർ ഫ്ലൈറ്റ് കിട്ടാതെ വൈകിയെത്തി വോട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പെശക് എന്നാണ് കരുതിയിരുന്നത്. അത് വളരെ ഡെലിബറേറ്റായിട്ട് ഉണ്ടായതായിരുന്നു എന്ന് അന്ന് തന്നെ സംസാരമുണ്ടായിരുന്നു പല കേന്ദ്രങ്ങളിലും. പക്ഷേ ഇപ്പോൾ അത് കേവല സംസാരമല്ല, അതായിരുന്നു വസ്തുത എന്നുള്ളത് ബോധ്യമായിരിക്കുകയാണ്. മുത്തലാഖ് ബില്ലിൻ്റെ ചർച്ച ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ BJPക്കെതിരായി വോട്ട് ചെയ്യാൻ ലീഗ് ശ്രമിച്ചില്ല, കോൺഗ്രസ് ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ലീഗും അതിന് മുതിർന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും ജീവൽ പ്രധാനമായ ഒരു പ്രശ്നം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിൽക്കേണ്ടതിന് പകരം മലപ്പുറത്ത് ഒരു കല്യാണ വീട്ടിൽ സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വലിയ ഭീഷണി മുസ്ലിം ലീഗിനെതിരായി BJP ഉയർത്തിക്കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ പ്രമുഖരായ പല നേതാക്കളെയും ED ഇതിനകം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളുടെ ഡോക്യുമെൻറ്റ്സ് EDക്ക് നൽകാനുള്ള പുറപ്പാടിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതാവ് PV അബ്ദുൽ വഹാബിനെയും ED ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളുടെ ലിസ്റ്റും വാങ്ങിക്കഴിഞ്ഞു. EDയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ള സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ MPമാരെയും വരുതിക്ക് നിർത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. BJPക്ക് അറിയാം കേരളത്തിൽ അത്തരത്തിലുള്ള ആയുധം കാണിച്ചാൽ ആദ്യം കീഴടങ്ങുന്ന പാർട്ടി മുസ്ലിം ലീഗാകും എന്ന്. ലീഗിൻ്റെ നേതാക്കന്മാരെ വരുതിയിൽ നിർത്താൻ കഴിയും. കാരണം അവരൊക്കെ തന്നെ വിവിധ കച്ചവട വാണിജ്യ താൽപ്പര്യങ്ങളുള്ളവരാണ്. ആ താൽപ്പര്യങ്ങളെയാണ് BJP സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്കെതിരായോ BJPയുടെ നേതാക്കൾക്കെതിരായോ ഒരു പ്രസ്താവന ലീഗിൻ്റെ നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടോ? CPMനും CPMൻ്റെ നേതാക്കൾക്കുമെതിരായി അവർ തൊടുത്തുവിടുന്ന ആക്ഷേപങ്ങളുടെ 100% പോലും BJPക്കോ BJPയുടെ നേതാക്കന്മാർക്കോ എതിരായി എന്തുകൊണ്ടാണ് ലീഗോ ലീഗിൻ്റെ നേതാക്കളോ ഉയർത്താത്തത്? BJP ലീഗ് ബാന്ധവം യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവനയിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KT ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം BJPയെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഭയക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് KT ജലീൽ നൽകിയിരിക്കുന്നത്. കാരണം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ ED ചോദ്യം ചെയ്തിരുന്നുവെന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ചില പുത്തൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി രൂപപ്പെട്ടത്, അതായത് ശോഭാ സുരേന്ദ്രൻ NDAയിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി രൂപപ്പെട്ട ഒരവസ്ഥയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം KT ജലീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ ലെസ്ലി. വിഷ്ണു, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ലീഗിനെ NDAയുടെ ഭാഗമാകാൻ ക്ഷണിച്ചതിൻ്റെ പിന്നാമ്പുറത്തെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ KT ജലീൽ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികളെ കൊണ്ട് BJPയെ വരുതിക്ക് നിർത്താനുള്ള ഒരു അടവ് BJPയുടെ കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ടായത്. മുസ്ലിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും ലീഗ് NDAയുടെ ഭാഗമായാൽ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് KT ജലീൽ പറയുന്നത്. എങ്ങനെയാണ് ഈ
ലീഗിനെ BJP അവരുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള തിരക്കഥകൾ മെനഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് KT ജലീലിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. തുടക്കം മുതൽ തന്നെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു. ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥി വെങ്കിട്ട നായിഡു നിൽക്കുന്ന ഘട്ടത്തിൽ രണ്ട് MP-മാർ അവർ രണ്ടുപേരും വിമാനത്താവളത്തിൽ വിമാനം ലഭിക്കാത്തതിനെ തുടർന്ന് യാത്ര മുടങ്ങി എന്നാണ്, വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം അതൊരു മനഃപൂർവ്വമായ വീഴ്ച വരുത്തുകയായിരുന്നു. മറ്റൊന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ച്, മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ച്, ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗത്തെ തന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ അവർക്കെതിരെ ഉയർന്നു വന്ന ഒരു നീക്കം, കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമായിരുന്നു മുത്തലാഖ് ബില്ല്. ആ ബില്ല് വോട്ടിടുന്ന സമയത്ത് ഈ PK കുഞ്ഞാലിക്കുട്ടി ഒരു കല്യാണ സൽക്കാരത്തിൽ കോഴിക്കോട് നിൽക്കുകയായിരുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു. അതും മനഃപൂർവ്വമാണ് എന്നാണ് ഇപ്പോൾ ആസൂത്രിതമായ ലീഗ് നീക്കങ്ങൾ, BJP ബന്ധത്തെ തുടർന്നുള്ള ആസൂത്രിത നീക്കമാണ് അന്ന് നടന്നത് എന്നുള്ള കാര്യമാണ് KT ജലീൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDയെ ഉപയോഗിച്ചുകൊണ്ട് ലീഗ് നേതാക്കന്മാരുടെ, വാണിജ്യ താല്പര്യമുള്ള ലീഗ് നേതാക്കന്മാരുടെ അവരുടെ വരുതിക്ക് നിർത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രക്രിയ വളരെ ബഹുദൂരം മുൻപോട്ട് പോയതിൻ്റെ ഒടുക്കത്തെ ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്തരമൊരു ക്ഷണം, ലീഗിനെ BJPയിലേക്ക് NDAയിലേക്ക് എത്തിക്കാനുള്ള ഒരു ക്ഷണമെന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ഇതിനോടകം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ ED ചോദ്യം ചെയ്തിരിക്കുന്നു, രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് KT ജലീൽ പറയുന്നത്. അത്തരത്തിൽ രേഖകൾ ഹാജരാക്കേണ്ട ഒരു ഘട്ടത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതും യാദൃച്ഛികമല്ല എന്നു നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന നേതാവായ അബ്ദുൽ വഹാബിനെ ഇതിനോടകം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ED. അദ്ദേഹം ED ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം തന്നെ EDക്ക് മുൻപാകെ അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ നേതാവാണ് പിന്നീട് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹമാണ് ലീഗിൻ്റെ തീരുമാനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങളും നയപരമായ തീരുമാനങ്ങളുമെല്ലാം എടുക്കുന്ന ഒരു ഇടം എന്ന നിലയിൽ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയെ നമുക്ക് കാണേണ്ടത്. അദ്ദേഹത്തെ കൂടി ED നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നു, രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ലീഗിനെ വരുതിയിലാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവനയും വരുന്നത്. ഈ CPMനെ മുഖ്യ ശത്രു ആയി കാണുന്നു എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാക്ക്, ആ വാക്കിൻ്റെ പൊരുൾ ഇതാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് എന്ന KT ജലീലിൻ്റെ വാക്കുകൾ. അത് വിശ്വാസത്തിലെടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ പൊതുശത്രുവാണ് ഇത്തരത്തിൽ BJP എന്ന് കഴിഞ്ഞ ദിവസം ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അത്രയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് കുഞ്ഞാലിക്കുണ്ട് എന്നത് വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ CPM വിരുദ്ധ പ്രസ്താവന. BJP അല്ല CPM ആണ് ലീഗിൻ്റെ മുഖ്യ ശത്രു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ തുടക്കം. ആ ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുമ്പോട്ടുണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും CPM ആണ് മുഖ്യ ശത്രു, BJP അല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ കൃത്യമായ ചരടുവലിയിലൂടെ മുസ്ലിം സമുദായത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള വലിയ ഒരു പരിശ്രമം ഉണ്ടാകുന്നു. നമുക്കറിയാം 34 സീറ്റ് ഉണ്ടെങ്കിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ രാവിലെ പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലൊരു 34 സീറ്റിലേക്ക് വ്യക്തമാണ് ലെസ്ലി ജോൺ. ഏതായാലും വളരെ നിർണായകമായ ഒരു വാർത്ത തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന, മാതൃഭൂമി പത്രത്തിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ ഒരു അഭിമുഖത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, അതായത്
NDAയിലേക്ക് ലീഗിനെ ക്ഷണിക്കുന്നു. NDAയും ലീഗും കൈകോർക്കുന്നത് ലീഗിന് ഗുണകരമാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതിന് പിന്നാലെ അതിന്റെ സത്യാവസ്ഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് PK കുഞ്ഞാലിക്കുട്ടിയെ ED ചോദ്യം ചെയ്തിരുന്നുവെന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, മുത്തലാഖ് വിഷയത്തിലടക്കം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലടക്കം ലീഗ് വോട്ട് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്നും ബാബറി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങളിൽ BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ലീഗിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നുമുള്ളതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യങ്ങളാണ് ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലെസ്ലി ജോൺ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഫീസ് പുനർനിർണ്ണയിക്കണമെന്ന് സുപ്രീം കോടതി. കഴിഞ്ഞ 4 അക്കാദമിക് വർഷത്തെ ഫീസ് പുനർനിർണ്ണയിക്കണമെന്നാണ് ഫീസ് നിർണ്ണയക സമിതിക്ക് കോടതി നിർദ്ദേശം നൽകിയത്. ഫീസ് നിർണ്ണയ സമിതിയുമായി സഹകരിക്കണമെന്ന് മാനേജ്മെന്റുകളോട് കോടതി ആവശ്യപ്പെട്ടു. അതേസമയം ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഫീസ് നിരക്ക് ഉയർന്നേക്കും. 2017 മുതൽ കേരളത്തിലെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ 12,000-ഓളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. 2017 മുതലുള്ള അക്കാദമിക് വർഷത്തെ ഫീസ് പുനർനിർണ്ണയിക്കാനാണ് കോടതി ഉത്തരവ്. ഇതോടെ ഫീസ് നിരക്ക് ഉയർന്നേക്കും. ഫീസ് നിർണ്ണയ സമിതിയുമായി സഹകരിക്കണമെന്ന് മാനേജ്മെന്റുകളോട് ആവശ്യപ്പെട്ട കോടതി മാനേജ്മെന്റുകളുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കണം ഫീസ് പുനർനിർണ്ണയിക്കേണ്ടതെന്ന് ഫീസ് നിർണ്ണയ സമിതിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിവർഷം 4.5 ലക്ഷം മുതൽ 5.5 ലക്ഷം വരെയായിരുന്നു സമിതി നിശ്ചയിച്ചിരുന്ന ഫീസ്. എന്നാൽ 11 ലക്ഷം മുതൽ 17 ലക്ഷം രൂപ വരെയാണ് കോളേജുകൾ ആവശ്യപ്പെട്ട ഫീസ്. ഫീസ് പുനർനിർണ്ണയിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും സമിതി മാറ്റം വരുത്തിയിരുന്നില്ല. തുടർന്ന് ഫീസ് നിശ്ചയിക്കുന്നതിനായി രേഖകൾ ഹാജരാക്കാൻ സ്വകാര്യ മെഡിക്കൽ കോളേജുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി. ടൂൾ കിറ്റ് കേസിൽ എഞ്ചിനീയറായ ശന്തനു മുളുകിന് ആശ്വാസം. മാർച്ച് 8 വരെ ശന്തനുവിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ദില്ലി അഡീഷണൽ സെഷൻസ് കോടതി തടഞ്ഞു. ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് ധർമ്മേന്ദർ റാണ നിർദ്ദേശം നൽകിയത്. മാർച്ച് 8 വരെ ശന്തനുവിനെതിരെ ഒരു നടപടികളും സ്വീകരിക്കരുതെന്നും നിർദ്ദേശം നൽകി. അതേസമയം ശന്തനുവിന് ജാമ്യം നൽകരുതെന്നും 7 ദിവസം ചോദ്യം ചെയ്യലിന് അനുവദിക്കണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യ ഹർജി അടുത്ത മാസം 9-ന് വീണ്ടും പരിഗണിക്കും. വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം തെക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. കപിൽ സിബൽ, ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഐശ്വര്യ കേരളം യാത്രയിലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയത്. സമ്മതിദായകരുടെ വിവേകത്തെ മാനിക്കണം, ആർക്ക് വോട്ട് ചെയ്യണമെന്നും എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്നും അവർക്കറിയാമെന്നും കപിൽ സിബൽ പ്രതികരിച്ചു. BJP നേതാക്കൾക്ക് പുറമെയാണ് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുവരുന്നത്. ഐശ്വര്യ കേരളം യാത്രാവേദിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തെ വിമർശിച്ച് കപിൽ സിബൽ, ആനന്ദ് ശർമ്മ അടക്കമുള്ള നേതാക്കളാണ് രംഗത്തു വന്നത്. സമ്മതിദായകരുടെ വിവേകത്തെ മാനിക്കണം, ആർക്ക് വോട്ട് ചെയ്യണമെന്നും എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്നും അവർക്ക് അറിയാമെന്നും കപിൽ സിബൽ വിമർശിച്ചു. വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം തെക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഐശ്വര്യ കേരളം യാത്രയുടെ വേദിയിൽ പ്രസംഗിച്ചത്. ഇവിടുത്തെ വോട്ടർമാർ കാര്യങ്ങൾ പഠിച്ചു വോട്ട് ചെയ്യുന്നവർ ആണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധി വ്യക്തത വരുത്തണമെന്നാണ് ആനന്ദ് ശർമ്മ ആവശ്യപ്പെട്ടത്. നേതൃമാറ്റവും പാർട്ടി പുനഃസംഘടനയും ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അതോടൊപ്പം രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് രാഹുലിന്റെ പരാമർശത്തിനെതിരെ BJP രംഗത്തു വന്നിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. LDFന്റെ വികസന മുന്നേറ്റ ജാഥ. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം തുടരുന്നു. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജാഥ. ശ്രീകാര്യത്ത് നിന്ന് ആരംഭിച്ച ജാഥ വൈകിട്ട് 6-ന് മലയൻകീഴെത്തി ഇന്നത്തെ പര്യടനം അവസാനിക്കും. നാളെയാണ് ജാഥയ്ക്ക് സമാപനമാവുക. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വളരെ ആവേശകരമായി തന്നെ വികസന മുന്നേറ്റ ജാഥ പ്രയാണം തുടരുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും വിഷ്ണു, നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് വികസന മുന്നേറ്റ ജാഥ LDFന്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ മേഖലാ ജാഥ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചത്. ഇന്നിപ്പോൾ ജില്ലയിലെ 2ാം ദിനത്തെ പര്യടനത്തിൽ ഉച്ചവരെയുള്ള പര്യടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ശ്രീകാര്യത്ത് നിന്നാണ് ജാഥയുടെ പര്യടനം ആരംഭിച്ചത്. ശ്രീകാര്യം, അതിനുശേഷം
വാമനപുരം കല്ലറയിലെ പര്യടനവും പൂർത്തിയായിരിക്കുകയാണ്. ഇനി 2 കേന്ദ്രങ്ങളാണ് ഇന്നത്തെ പര്യടനത്തിൽ ബാക്കിയുള്ളത്. വൈകുന്നേരം 4 മണിക്ക് നെടുമങ്ങാടും ഇന്ന് അതിനുശേഷം മലയങ്കീഴെത്തിയാകും ഇന്നത്തെ പര്യടനം അവസാനിക്കുക. അതിനുശേഷം നാളെയും ഇതുപോലെ തന്നെ 3 കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകുന്നേരം 6 മണിക്കാണ് ജാഥയ്ക്ക് സമാപനമാകുന്നത്. ഈ സമാപന സമ്മേളനം അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. തിരുവനന്തപുരത്ത് നായനാർ പാർക്കിലാണ് വമ്പിച്ച സമാപന യോഗം നടക്കുക. പക്ഷേ കൃത്യമായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജാഥ പുരോഗമിക്കുന്നത്. ബിനോയ് വിശ്വം നയിക്കുന്ന ഈ ജാഥയിൽ ഇന്നത്തെ ജാഥ 2ാം ദിനത്തെ പര്യടനം തുടരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ജാഥ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ വിഷയദാരിദ്ര്യവും പാപ്പരത്വവും എല്ലാം തുറന്നു കാട്ടുന്നതും കൂടിയായി മാറുകയാണ് ജാഥ. വിഷ്ണു. ശരി ഷീജ, നമുക്ക് തെക്കൻ മേഖലയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. LDF വടക്കൻ മേഖലാ ജാഥ തൃശൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. ജാഥയെ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ പ്രവർത്തകർ വരവേറ്റു. ഇന്ന് ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വലപ്പാട് ചന്തയിൽ ജാഥ സമാപിക്കും. നാളെ തൈക്കിൻകാട് മൈതാനത്ത് ചേരുന്ന സമാപന സമ്മേളനം CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ വിവരങ്ങളുമായി അഭിറാം ചേരുന്നു. അഭിറാം, ഏറെ ആവേശകരമായി വടക്കൻ മേഖലകളെ ആവേശം കൊള്ളിച്ച് LDFന്റെ വികസന മുന്നേറ്റ ജാഥ പ്രയാണം തുടരുകയാണ്. ആ ആവേശങ്ങളെ പങ്കുവച്ചാൽ അഭിറാം. വിഷ്ണു, നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യം ഉയർത്തി LDF സംസ്ഥാന കമ്മിറ്റി തുടങ്ങിക്കുന്ന വക്രമയുടെ ജാഥയുടെ വടക്കൻ മേഖല ഇപ്പോൾ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി വഹിക്കുന്ന A. വിജയരാഘവൻ നയിക്കുന്ന മേഖല ജാഥ ഇപ്പോൾ നിലവിൽ വടക്കാഞ്ചേരിയിലാണുള്ളത്. ഇന്ന് രാവിലെ 9:30 ജില്ലാ അതിർത്തിയായ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ പ്രവർത്തകർ വലിയ വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകിയത്. തുടർന്ന് ചേലക്കര മണ്ഡലത്തിൽ ജാഥ പര്യടനം പൂർത്തിയാക്കി. രാവിലെ 10:30 തന്നെ ചേലക്കരയിൽ പര്യടനം പൂർത്തിയാക്കി. പിന്നീട് വടക്കാഞ്ചേരിയിലാണ്. നിലവിൽ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ജാഥയുടെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നിലവിൽ കുന്നംകുളത്താണ് പര്യടനം. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. നിലവിൽ ഇപ്പോൾ വിശ്രമമാണുള്ളത്. അതിനുശേഷം കുന്നംകുളത്തും തുടർന്ന് ഇന്ന് ചാവക്കാടും പര്യടനം നടത്തും. അതിനുശേഷം നാളെയാണ് ജാഥയുടെ സമാപനം. അതിനെ തുടർന്ന് നാളെ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പ്രചരണ പരിപാടികളും അതോടൊപ്പം തന്നെ ജാഥയ്ക്ക് സ്വീകരണവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നാളെ വൈകിട്ട് 5 മണിയോടെ ജാഥയ്ക്ക് സമാപനമാകും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ജാഥ സമാപിക്കും. CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഈ വട്ടത്തിൽ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ന് നടക്കാനുള്ളത് 4 മണിക്ക് കുന്നംകുളത്തും 5 മണിക്ക് ഗുരുവായൂരും 6 മണിക്ക് നാട്ടികയും കൈകൊണ്ടവും ചേർത്തുമാണ് ഇന്നത്തെ പര്യടന പരിപാടികൾ നിലവിൽ ഉള്ളത്. അതിനുശേഷം നാളെ രാവിലെ കൊടുങ്ങല്ലൂരും പിന്നെ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും പുതുക്കാടും പരിപാടിയുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഓരോ ഇടങ്ങളിലും കൃത്യമായി നിയന്ത്രണമായി മാത്രമേ പ്രവർത്തകരെ എത്തിക്കുന്നുള്ളൂ. അത് വലിയൊരു രീതിയിൽ ശരി അഭിറാം, ഏതായാലും വളരെ ആവേശകരമായി LDFന്റെ തെക്കൻ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് തെക്കൻ മേഖലാ ജാഥയുടെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ഷീജയും വടക്കൻ മേഖലയുടെ വിശദാംശങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് അഭിറാമും പങ്കുവച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം സ്പീഡ് ന്യൂസ് കാണാം.